അന്തഃശീതളതയാണ് ബ്രഹ്മജ്ഞാനത്തിൻ്റെ മുഖമുദ്ര. എപ്പോഴും വിട്ടുമാറാത്ത ഒരു സന്തോഷം, ഒരു ഉൾക്കുളിർമ, അതാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം. വേറെ പ്രത്യേകിച്ച് ഈ ജ്ഞാനം കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പരമമായ ശാന്തി, അനന്തമായ സുഖം, അതിനെയാണ് അന്തഃശീതളത എന്ന് യോഗവാസിഷ്ഠം പറയുന്നത്. നിത്യ അന്തഃശീതളോ മൗനി സത്വീഭൂത മനോവനിഹി പരിപൂർണാർണവാകാരോ ഗംഭീര പ്രകടാശയ. എപ്പോഴും അന്തഃശീതളതയോട് കൂടിയവനാണ് മുനി. മുനിയുടെ ഭാവമാണ് മൗനം. മനസ്സ് മൗനാവസ്ഥയിലിരിക്കും, വാഗൊണ്ട് തോരാതെ സംസാരിക്കും. സാധാരണ മനുഷ്യരുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ മനസ്സ് ചലിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഒരുപാട് സംസാരിക്കുന്നവർ അത്യന്തം ചഞ്ചലചിത്തരായിരിക്കും. പക്ഷെ ജ്ഞാനികൾ അങ്ങനെയല്ല. ജ്ഞാനികൾ ധാരാളം സംസാരിക്കും, ധാരാളം കർമ്മങ്ങൾ ചെയ്യും, പക്ഷേ അവരുടെ ഉള്ളിൽ ചലനമില്ല. അപ്പോൾ പ്രാരബ്ധമാണ് അവരുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രാരബ്ധമാണെങ്കിലും ആ പ്രാരബ്ധ കർമ്മങ്ങൾ മനസ്സിൽ ഒരു ചലനം ഉണ്ടാക്കിയതിന് ശേഷമാണ് അത് ശരീരത്തിൽ പ്രകടമാവുന്നത്. ജ്ഞാനികൾക്ക് അങ്ങനെയല്ല. മനസ്സ് ചലിക്കത്തില്ല, ശരീരമാണ് പ്രാരബ്ധത്തിന് വിധേയമായിത്തീരുന്നത്. അതുകൊണ്ട് ഒരാൾ ധാരാളം സംസാരിക്കുന്നു അല്ലെങ്കിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം അയാൾ അജ്ഞാനിയാവണം എന്ന് നിർബന്ധമില്ല. ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അയാൾ ജ്ഞാനിയാണെന്നും തീരുമാനിക്കണ്ട. ബാഹ്യതലം വേറെ, ആന്തരികമായ തലം വേറെ. സത്വീഭൂത മനോവനിഹി, അയാളുടെ മനസ്സാകുന്ന ഭൂമി, അവനി ഭൂമി, മനസ്സ് സത്വഗുണം കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. പരിപൂർണ അർണവാകാര, നിറഞ്ഞ് തുളുമ്പാതെ ഇരിക്കുന്ന സമുദ്രം പോലെയാണ്. സമുദ്രത്തിൽ എത്ര നദികൾ നിരന്തരം വന്നു ചേർന്നാലും സമുദ്ര കരകവിയാറില്ല. കുളം കരകവിയും നദി കരകവിയും സമുദ്രം കരകവിയാറില്ല. കാരണം അത് സമുദ്രത്തിൻ്റെ ഗാംഭീര്യമാണ്. എത്ര നദികൾ വന്നാലും സമുദ്രം നിറഞ്ഞു തുളുമ്പുകയില്ല എന്നർത്ഥം. അതാണ് പരിപൂർണ അർണവാകാരമായിരിക്കുന്നു മനസ്സ്, ജ്ഞാനിയുടെ മനസ്സ് എന്ന് പറയുന്നത്. ഗംഭീര പ്രകടാശയ, തുളുമ്പുന്നില്ല, നിറഞ്ഞു കവിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യത്തിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. അങ്ങേയറ്റം ഗംഭീരനാണ്. ജ്ഞാനം കൊണ്ട് ഗാംഭീര്യം നേടണം, അതാണ് വേണ്ടത്. എന്തെങ്കിലും കർമ്മം ചെയ്തോ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ പ്രകടമാക്കിയോ അല്ല, വ്യക്തിത്വത്തെ നശിപ്പിച്ചിട്ട് വേണം ഗാംഭീര്യം നേടാൻ. വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് വ്യക്തിത്വത്തിൻ്റെ പ്രകടനമായി പോകും. വ്യക്തിത്വം നഷ്ടമായാൽ ആത്മാവായിരിക്കും അവിടെ പ്രകടമാവുക. ആ ആത്മാവിനോളം ഗാംഭീര്യം മറ്റൊന്നിനും ഇല്ല എന്ന് വേദാന്ത ശാസ്ത്രം അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ആത്മാവിനേക്കാളും മഹത്വമായിട്ട് മഹിമയുള്ളത്, മാഹാത്മ്യമുള്ളത് വേറെന്താണുള്ളത്? ഈശ്വരനോളം മഹിമ മനുഷ്യർക്കുണ്ടോ? പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്, അവരെയാണ് ജ്ഞാനികളെന്ന് പറയുന്നത്. താൻ ഈശ്വരനാണെന്ന് സാക്ഷാത്കരിച്ച വ്യക്തികളുണ്ട്. അവർ ഈശ്വരനോളം ഗാംഭീര്യമോ മഹിമയോ ഒക്കെ ഉള്ളവരാണ്. ഇനി 42-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രസായന പരാപൂർണ ഹ്രദവത് ഹ്ലാദമാത്മനി ധത്തേ കരോതി വാന്യസ്യ സകലേന്ദുരിവാമലഃ. രസായന പരാപൂർണ ഹ്രദവത്. രസായനം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുഷ്ടി, ആരോഗ്യം ഇവയൊക്കെ നൽകുന്ന ആയുർവേദ മരുന്നുകളെയാണ് രസായനം എന്ന് പറയുന്നത്. അതിൽ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട പല ചേരുവകളും ഉണ്ടാവും. ഈ ജ്ഞാനിയുടെ മനസ്സ് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് രസായനം നിറഞ്ഞ ഒരു തടാകം പോലെയാണ്. അനേകം മരുന്നുകളുടെ ചേരുവ ചേർന്ന രസായനം കൊണ്ട് നിറയ്ക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ
സകല ദുഃഖങ്ങളെയും മാറ്റാൻ കഴിവുള്ള മരുന്നാണ് ഈ ആത്മജ്ഞാനം. ആ ആത്മജ്ഞാനം ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവർ, അവരുടെ ഉള്ളിൽ ഒരു തടാകം പോലെ ആത്മജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നു, കെട്ടിക്കിടക്കുന്നു. ഹ്ലാദമാത്മനി, അവർ എപ്പോഴും ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആഹ്ലാദം, ഒരു സുഖം, ഒരു ആനന്ദാതിരേകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഹ്ലാദമാത്മനി ധത്തെ, അവർ അങ്ങേയറ്റം സന്തുഷ്ടരാണ്. കരോതി വാ അന്യസ്യ, തൻ്റെ അടുക്കൽ വരുന്നവർക്ക് പോലും ആ ആനന്ദത്തെ കുറേയൊക്കെ നൽകാൻ കഴിവുള്ളവരാണ് ഈ ജ്ഞാനികൾ. ജ്ഞാനിയുടെ സാന്നിധ്യം തന്നെ ആനന്ദപ്രദമാണ്. അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം, കൃഷ്ണൻ ഗീതയിൽ പറയുന്നതാണ്. ആത്മാവിനെ വേണ്ടവണ്ണം അറിഞ്ഞവരുടെ ചുറ്റും ആത്മാനുഭൂതി കളിയാടി നിൽക്കുന്നു എന്ന്. എന്താണ് ഈ ആത്മാനുഭൂതി? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആനന്ദം, ഒരു സുഖം, ഒരു ശാന്തി. അതിനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെയൊന്ന് ജ്ഞാനിയുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ വ്യക്തമായി അനുഭവിക്കുന്നു. അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സ്വയം സന്തുഷ്ടരായി മറ്റുള്ളവർക്കും സന്തോഷം പകർന്നു നൽകുന്നവരാണ് ഈ ജ്ഞാനികൾ. സകലേന്ദുരിവാമലഃ, പൂർണ്ണചന്ദ്രൻ പോലെ. പൂർണ്ണചന്ദ്രൻ പോലെ എന്നുള്ള ഉപമ പൂർണ്ണമായി യോജിക്കുകയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ചന്ദ്രനിലാണ് കളങ്കം കാണപ്പെടുന്നത്. ഈ മുയലിൻ്റെയോ മാനിൻ്റെയോ ആകൃതി പോലെ നമുക്ക് ഈ ചന്ദ്രബിംബത്തിലേക്ക് നോക്കിയാൽ ഒരു കറുത്ത പാട്, അത് ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് അത് ഓരോന്നായി തോന്നും. ചിലർ പറയുന്നത് അത് മുയലിൻ്റെ ആകൃതിയാണെന്ന്, ചിലർ പറയുന്നത് മാനിൻ്റെ ആകൃതിയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ മുയൽ അല്ലെങ്കിൽ മാൻ, അത് അവരവരുടെ ഭാവന പോലെ ഇരിക്കും. അപ്പോൾ ആ പൂർണ്ണചന്ദ്രനിൽ ഒരു കളങ്കമുണ്ട്. പക്ഷേ പൂർണ്ണചന്ദ്രനെ പോലെയുള്ള ഹൃദയത്തോടു കൂടിയവരാണ് ഈ ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ അവിടെ കളങ്കമുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാവും. അതായത് കളങ്കമില്ലാത്ത പൂർണ്ണചന്ദ്രൻ പോലെ. അപ്പോൾ പ്രശ്നമില്ല, കറക്റ്റായി. യാതൊരു കളങ്കവുമില്ലാത്ത പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് ജ്ഞാനികളുടെ ഹൃദയം. അത്യന്തം നിർമ്മലന്മാരാണവർ. അവരുടെ ഹൃദയത്തിൽ രജസ് തമസ്, ഈ രണ്ട് പ്രകൃതി ഗുണങ്ങളുടെ സ്വാധീനം അല്പം പോലുമില്ല. ശുദ്ധസത്വ ഹൃദയന്മാരാണവർ. പൂർണ്ണസത്വം അല്ലെങ്കിൽ ശുദ്ധസത്വം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഉപാധിയാണ്. അതായത് ഈശ്വരന് തുല്യരായവർ, ഈശ്വരൻ തന്നെ. അതാണ് ഈ ജ്ഞാനികൾ. അതുകൊണ്ട് ജ്ഞാനികളെ എവിടെയെങ്കിലും കണ്ടുമുട്ടാൻ കഴിഞ്ഞാൽ, അല്ല ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അയാൾ ജ്ഞാനിയാണോ അല്ലയോ, ഇതെങ്ങനെ തീരുമാനിക്കും? വേണ്ട. ആരുടെ സാന്നിധ്യത്തിലാണോ നിങ്ങളുടെ മനസ്സ് എന്തെന്നില്ലാത്ത സുഖം അനുഭവിക്കുന്നത്, ഏതൊരാളുടെ സാമീപ്യമാണോ നിങ്ങൾക്ക് അനന്തമായ സുഖത്തെ നൽകുന്നത്, ആ വ്യക്തി ജ്ഞാനിയായിരിക്കും. ഒരു സംശയവുമില്ല. ഒരിടത്ത് അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അഗ്നിയാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ തീരുമാനിക്കും? അടുത്ത് ചെല്ലൂ. ചൂടടിക്കുന്നുണ്ടോ? ചൂടടിക്കുമല്ലോ അഗ്നിയാണെങ്കിൽ. ചൂടടിക്കുന്നുണ്ടെങ്കിൽ അത് അഗ്നി. നിങ്ങൾ അഗ്നി എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അഗ്നിക്ക് നല്ല ചൂടുണ്ടാവും. അതിൻ്റെ സമീപത്തിൽ ചെന്നാൽ, അകലെ നിന്നാൽ പോലും അതിൻ്റെ ചൂട് അനുഭവപ്പെടും. അടുത്ത് ചെല്ലുന്തോറും ആ ചൂട് വർദ്ധിച്ചു വരും. ഈ കാര്യം അറിയാമെങ്കിൽ ഒന്ന് അഗ്നിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഒരു പ്രയാസവുമില്ല. ഇതേ മാനദണ്ഡം തന്നെയാണ് ഒരു വ്യക്തി ജ്ഞാനിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിലും. അയാളുടെ സാമീപ്യം, അയാളുടെ സാന്നിധ്യം എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടും. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അയാളിൽ നിന്ന് എന്തെങ്കിലും കാശോ പണമോ കിട്ടിയിട്ടല്ല. ആ സാന്നിധ്യം എന്തെന്നില്ലാത്ത ഒരു സുഖം അവർക്ക് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ പ്രകാശം കോരിച്ചൊരിയുന്നു. അറിവ് ഹൃദയത്തിൽ പ്രകാശിക്കാൻ അവരുടെ വാക്കുകൾ സഹായിക്കുന്നു. ആ വ്യക്തി ജ്ഞാനിയായിരിക്കണം.
എല്ലാവരുടെ സംസാരവും ഒരുപോലെയല്ല. ചില ആളുകളുടെ വാക്കുകൾ, അവരുടെ സംസാരം, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമായി തീരും. ആ വ്യക്തി ജ്ഞാനിയായിരിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. സകലേന്ദുരിവാമലഹ, കളങ്കമില്ലാത്ത പൂർണ്ണചന്ദ്രനെ പോലെയാണ് ജ്ഞാനികളുടെ ഹൃദയം. സ്വയം ഹ്ലാദം ധത്തെ അന്യസ്യ ച കരോതി, സ്വയം അവർ ആഹ്ലാദിക്കുന്നു, മറ്റുള്ളവരെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യുന്നു. ആഹ്ലാദിപ്പിക്കുന്നതിനായിട്ട് അവരൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു കപ്പിൽ ഐസ് കഷ്ണം ഇട്ട് വെച്ചാൽ എന്നിട്ട് നമ്മളതിനെ ഒരു പ്ലേറ്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അടപ്പ് കൊണ്ടോ മൂടുന്നു. ഇതിൻ്റെ അകത്ത് ഐസാണെങ്കിൽ പുറത്ത് തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പുണ്ടാവും. അകത്ത് ഐസുണ്ട്, നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും. ആ പാത്രത്തിൻ്റെ പുറം വശം നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല തണുപ്പുണ്ടെങ്കിൽ അകത്ത് ഐസ് കട്ടയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് പോലെ ആരുടെ സാന്നിധ്യമാണോ നമുക്ക് എന്തെന്നില്ലാത്ത സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്നത്, ആ വ്യക്തിയുടെ ഉള്ളിൽ ജ്ഞാനമുണ്ടാവണം. അയാൾ ആത്മജ്ഞാനി ആയേ പറ്റൂ. അല്ലാതെ അടുത്ത് വരുന്നവർക്ക് അങ്ങനെ ഒരു സുഖം അനുഭവിക്കാൻ പറ്റില്ല. മന്ദാരമഞ്ജരി കുഞ്ച പിഞ്ചര ദേവഭൂമയഃ ന തഥാ ഹ്ലാദയന്ത്യേതാ യഥാ പണ്ഡിതബുദ്ധയഃ. മന്ദാരമഞ്ജരി കുഞ്ച പിഞ്ചര ദേവഭൂമയഃ. ദേവഭൂമി, സ്വർഗലോകത്തിലുള്ള ഉദ്യാനങ്ങൾ, പൂന്തോട്ടങ്ങൾ. പൂന്തോട്ടം അത് ഭൂമിയിലായാലും നമുക്ക് എന്തെന്നില്ലാത്ത സുഖം നൽകും. പാർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, പാർക്കിൽ ചെന്ന് ആളുകൾ വൈകുന്നേരം ഇരിക്കുന്നത് എന്തിനാണ്? കുറച്ചു നേരം ശാന്തമായി ഉല്ലാസപ്രദമായി ചെലവഴിക്കാൻ, ആ ചെടികളും പൂക്കളും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാനാണ്. ഇത് ദേവലോകത്തിലുള്ള ഉദ്യാനങ്ങൾ പോലെ, ദേവലോകത്തിലുള്ള ഉദ്യാനങ്ങൾ പോലും നമുക്ക് അത്രയും ആനന്ദം പകർന്നു തരില്ല. എത്രയും പണ്ഡിത ബുദ്ധി. പണ്ഡിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം കൊണ്ട് തിളങ്ങുന്ന ബുദ്ധി. ബുദ്ധിയിലാണ് ഈ ജ്ഞാനം പ്രകാശിക്കുന്നത്. നമ്മൾ ഈ ബുദ്ധിയെ ഹൃദയം, മനസ്സ്, ഇങ്ങനെ മറ്റ് പേരുകൾ പറഞ്ഞാലും ഇത് അവനവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഒന്നാണ്. എന്ത്? ഈ ജ്ഞാനം. ആ ജ്ഞാനം ആനന്ദപ്രദവുമാണ്. സത്ത്, ചിത്ത്, ആനന്ദം, ഇത് മൂന്നും ഒരേ ബ്രഹ്മത്തിൻ്റെ പ്രകടന വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ സ്വരൂപ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഒരു പണ്ഡിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം കലർന്ന ബുദ്ധി ഒരു വ്യക്തിയെ എത്ര കണ്ട് ആഹ്ലാദിപ്പിക്കുമോ അത്രയും ആഹ്ലാദം നൽകാൻ പര്യാപ്തങ്ങളല്ല ദേവലോകത്തിലുള്ള ഉദ്യാനങ്ങൾ പോലും. ദേവേന്ദ്രൻ്റെ തോട്ടം, പൂന്തോട്ടം, അല്ലെങ്കിൽ ദേവഭൂമികളിലുള്ള തോട്ടങ്ങൾ, അവയൊന്നും ഒരു ജ്ഞാനിയുടെ ബുദ്ധി അയാളെ എത്ര കണ്ട് ആനന്ദിപ്പിക്കുമോ അത്രയും ആനന്ദം നൽകാൻ പര്യാപ്തമല്ല. ഹ്ലാദകാരിത്വം തസ്യ വിശദയതി. ജ്ഞാനിയുടെ മറ്റുള്ളവരെ ആഹ്ലാദിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതിനെയാണ് വിശദീകരിക്കുന്നത്. ദേവഭൂമയഃ നന്ദനാദയഃ. ദേവഭൂമികൾ എന്ന് പറഞ്ഞാൽ നന്ദനവനം, അതായത് ദേവേന്ദ്രൻ്റെ പൂന്തോട്ടമാണ് ഈ നന്ദനവനം എന്ന് പറയുന്നത്. സ്വർഗലോകത്തിലുള്ള ഒരു ഉദ്യാനമാണത്. ആ നന്ദനം തുടങ്ങിയ തോട്ടങ്ങൾ അല്ലെങ്കിൽ ഉദ്യാനങ്ങൾ പോലും ഒരു വ്യക്തിക്ക് ഇത്രയും സന്തോഷം നൽകുകയില്ല. അയാളുടെ മനസ്സിൽ ജ്ഞാനം ഉദിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സുഖം ഈ പുറമേയുള്ള ഒരു വിഷയങ്ങളിൽ നിന്നും കിട്ടുന്നില്ല. പണ്ഡിത ബുദ്ധയഃ ബോധനൈരിത്യർത്ഥഃ. പണ്ഡിതന്മാരുടെ ബുദ്ധികൾ, ആത്മജ്ഞാനികളുടെ ബുദ്ധികൾ, അത് അജ്ഞന്മാരുടെ ഉള്ളിൽ ആനന്ദം ജനിപ്പിക്കും. അജ്ഞാനികൾക്ക് ആനന്ദം പകർന്നു കൊടുക്കാൻ കഴിവുള്ളതാണ് ആത്മജ്ഞാനിയുടെ ബുദ്ധി. എങ്ങനെയാണ്? ബോധനൈഹി. ഈ തത്വത്തെ അവർ പറഞ്ഞു കേൾപ്പിക്കും. ഈ ആത്മതത്വം എന്താണ് എന്നുള്ളതിനെ അവർ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കും. അതുകൊണ്ടാണ് ജ്ഞാനികളെ സമീപിക്കാൻ ഉപനിഷത്തും
കൃഷ്ണനും നമ്മോട് ആവശ്യപ്പെടുന്നത്. തദ്വിജ്ഞാനാർത്ഥം ഗുരുമേവാഭിഗച്ഛേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. വേദങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി, വേദവും വേദാന്തവും എല്ലാം നല്ലപോലെ മനസ്സിലാക്കി, എന്നാൽ അതേസമയം അനുഭവം സമ്പത്തും ഉള്ള ഒരു വ്യക്തിയെ ഗുരുവായി ലഭിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഈ ആത്മജ്ഞാനം പഠിത്തം കൊണ്ട് കിട്ടുന്നതല്ല. വേദങ്ങൾ ചൊല്ലാൻ അറിയുന്നവരെല്ലാവരും ആത്മജ്ഞാനികളല്ല. ആത്മജ്ഞാനം എന്നുള്ളത് അത് തികച്ചും വ്യത്യസ്തമായ ഒരു കഴിവാണ്, ഒരു സമ്പത്താണത്. ഇപ്പോൾ വേദമന്ത്രങ്ങൾ അത് മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ നമുക്ക് പഠിക്കാം. പക്ഷെ അവരെല്ലാവരും ആത്മജ്ഞാനികളാണ് എന്ന് വിചാരിക്കരുത്. വേദപണ്ഡിതന്മാർ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ, ഗംഭീരമായി വേദം ചൊല്ലാൻ കഴിവുള്ള ആൾക്കാർ. പക്ഷേ അവരൊക്കെ ജ്ഞാനികളാണ് എന്നർത്ഥമില്ല. അവരിൽ ജ്ഞാനികൾ ഉണ്ടാവാം, പക്ഷേ ബഹുഭൂരിപക്ഷവും അജ്ഞാനികളാണ്. പൈസയിൽ ആഗ്രഹമുള്ളവരാണ്. എവിടെ 4 കാശ് കിട്ടും എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഈ വേദ പഠനവും വേദ പാഠനവും, പഠനം സ്വയം പഠിക്കുക, പാഠനം പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് വേദം ചൊല്ലിക്കൊടുക്കുന്നതും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും അവർ പഠിപ്പിക്കുന്നതും ഒക്കെ അവരെ സംബന്ധിച്ച് ഒരു ഉപജീവന മാർഗം മാത്രമാണ്. ഓരോരുത്തർ ഓരോ തൊഴിൽ ചെയ്യുന്നില്ലേ, അവർക്ക് ജീവിക്കാൻ അവർ കണ്ടെത്തിയ ഒരു ഉപായമാണ് ഈ വേദ പഠനം. അവരൊക്കെ ജ്ഞാനികളാണ് എന്നൊന്നും വിചാരിക്കരുത്. അവരിൽ ജ്ഞാനികൾ ഉണ്ടാവാം, ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവരുടെ എണ്ണം തുലവും കുറവായിരിക്കും. ജ്ഞാനികളെ സമീപിക്കൂ എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. തദ്വിജ്ഞാനാർത്ഥം, ആ ബ്രഹ്മതത്വത്തെ അറിയാനായി സ ഗുരുമേവാഭിഗച്ഛേത്, ആ വ്യക്തി ഒരു ഗുരുവിനെ തന്നെ ശരണം പ്രാപിക്കണം. ആ ഗുരു എങ്ങനെയുള്ളവനായിരിക്കണം? ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, വേദങ്ങളൊക്കെ നല്ലപോലെ അധ്യയനം ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കണം. ആത്മജ്ഞാനം നേടിയ ആളുമായിരിക്കണം. ആത്മാനുഭവം ഉള്ള വ്യക്തിയാവണം. വേദങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം ആത്മാനുഭവം നേടാൻ പറ്റില്ല. അത് വേദ പഠനത്തിലൂടെ നേടേണ്ടതാണ് എന്നുള്ളത് ശരി. പക്ഷേ വേദമന്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ബ്രഹ്മജ്ഞാനി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് 2 വിശേഷണ പദങ്ങൾ അവിടെ പ്രയോഗിച്ചത്. ശ്രോത്രിയനായിരിക്കണം. ശ്രോത്രിയൻ എന്ന് പറഞ്ഞാൽ ശ്രുതികളെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കിയവൻ, ശ്രുതികളുടെ താത്പര്യം, അർത്ഥം മനസ്സിലാക്കിയ വ്യക്തി, അയാളെയാണ് ശ്രോത്രിയൻ എന്ന് പറയുന്നത്. അയാൾ ബ്രഹ്മനിഷ്ഠനാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണ് സമീപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രോത്രിയനുമായിരിക്കണം, ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം. ഇപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറ് വേദമൊന്നും പഠിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. അദ്ദേഹം ചെറുപ്രായം മുതൽക്ക് തന്നെ ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, രാമായണം, അധ്യാത്മരാമായണം ഇതൊക്കെയാണ് അദ്ദേഹം പരിശീലിച്ചിട്ടുള്ളത്. അദ്ദേഹം വേദമന്ത്രങ്ങളൊന്നും പഠിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടില്ല, മറ്റുള്ളവരാരും പറഞ്ഞു കേട്ടിട്ടുമില്ല. പക്ഷേ അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 2 അഭിപ്രായം അതിൽ ആർക്കുമില്ല. അതിൽ ഒരു സംശയമില്ല. സാറിന് ഗായത്രി മന്ത്രം ചൊല്ലാൻ അറിയാമോ? ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളോടുകൂടി, സ്വരത്തോടുകൂടി ഇങ്ങനെ മന്ത്രം ചൊല്ലുമ്പോൾ ഇങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ ചൊല്ലാറുണ്ടല്ലോ. അങ്ങനെ മന്ത്രം ചൊല്ലാനൊന്നും സാറ് പഠിച്ചിട്ടില്ല. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ വേദങ്ങളുടെ സാരം ഗ്രഹിച്ച വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ ആത്മജ്ഞാനത്തിലേക്ക് കൈപിടിച്ച് ഉയർത്താൻ കഴിവുള്ള ഒരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ ഇത് രണ്ടാണ്. വേദങ്ങൾ, മന്ത്രങ്ങൾ പഠിക്കുക, ഉപനിഷത്ത് പഠിക്കുക, അത് തിയറി മാത്രമേ ആവുന്നുള്ളൂ. പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ആത്മജ്ഞാനം നേടുന്നതാണ്. ഇപ്പോൾ ശാസ്ത്രം നല്ലതുപോലെ മനസ്സിലാക്കണമെങ്കിൽ തിയറിയും അറിയണം, പ്രാക്ടിക്കലും അറിയണം. 2 കൂടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പലർക്കും ഈ പ്രാക്ടീസ് ഇല്ല. തിയറി ഇങ്ങനെ വേദമന്ത്രങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, ദിവസേന ചൊല്ലും, പല ആവർത്തി ചൊല്ലും, ആദ്യം മുതൽ അവസാനം വരെ 1 കൊല്ലം കൊണ്ട് യജുർവേദം മുഴുവൻ അധ്യയനം ചെയ്യും. ആ ഒരു വർഷം, അതായത് നമ്മൾ ഈ ആവണിയാവട്ടം എന്ന് പറഞ്ഞിട്ട്, ആവണിയാവട്ടം പൂണൂല് മാറ്റുന്ന ഒരു ചടങ്ങുണ്ട്. അത് പഴകിയ പൂണൂല് അല്ലെങ്കിൽ അഴുക്കായ പൂണൂല് മാറ്റാനുള്ള ഒരു ചടങ്ങല്ല. അത് എപ്പോൾ വേണമെങ്കിലും മാറ്റാം.
ചിലപ്പോൾ പൊട്ടിപ്പോവും ഈ പൂണൂല്. അപ്പോൾ പുതിയ പൂണൂലിടാം. അതിനൊക്കെ മന്ത്രങ്ങളുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലി അത് ഇടണം എന്നാണ്. ഇപ്പോൾ വർഷത്തിലൊരിക്കൽ പൂണൂല് മാറ്റുന്ന ഒരു ചടങ്ങായിട്ട് മാത്രം ഈ ആവണി അവിട്ടം മാറിയിരിക്കുന്നു. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരുടെ ഇടയിൽ പോലും പൂണൂല് മാറ്റുന്ന ഒരു ചടങ്ങ്. അങ്ങനെയല്ല, ഒരു ആവണി ആവട്ടത്തിൻ്റെ അന്ന് വേദം ചൊല്ലാൻ ആരംഭിച്ച് അടുത്ത ആവണി ആവട്ടം വരെ, അതായത് അടുത്ത കൊല്ലം വരെ, ഈ ഒരു കൊല്ലക്കാലം കൊണ്ട് വേദങ്ങൾ മുഴുവൻ കുറച്ച് കുറച്ചായിട്ട് ചൊല്ലി അതിനെ അഭ്യസിക്കുക. അതാണ് അതിൻ്റെ ഉദ്ദേശം. ബ്രഹ്മനിഷ്ഠനും വേദങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ആയിരിക്കണം ആചാര്യൻ. അങ്ങനെയുള്ള ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തോട് ഈ ആത്മതത്വത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങൾ നേടി നമ്മൾ ആത്മജ്ഞാനത്തിലേക്ക് എത്തണം. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ബുദ്ധികൾ അവരെയും, അതായത് ആരുടെ ബുദ്ധിയാണോ ആ വ്യക്തിയെയും ആ ബുദ്ധി ആനന്ദിപ്പിക്കും. ആ വ്യക്തിയെ സമീപിക്കുന്ന മറ്റ് വ്യക്തികളെയും ആ ബുദ്ധി ആനന്ദത്തിൽ ആറാടിക്കും. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഇത് തന്നെയാണ് കൃഷ്ണനും പറയാനുള്ളത്. ഇപ്പോൾ കൃഷ്ണനെ ആചാര്യനായിട്ട് അർജുനൻ വരിച്ചിട്ടില്ല, ആചാര്യനായി അംഗീകരിച്ചിട്ടില്ല. അർജുനന് ഒരു തളർച്ച തോന്നി. ബന്ധുക്കളെയൊക്കെ കണ്ടപ്പോൾ ഇവരോട് ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും എന്ന് ഒരു ആശയക്കുഴപ്പം, മാനസികമായ ഒരു തളർച്ച അനുഭവപ്പെട്ടു. ആ സമയത്ത് ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തിൽ കൃഷ്ണൻ സ്വയം തന്നെ അവരോധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ അർജുനൻ ആവശ്യപ്പെടാതെ തന്നെ കൃഷ്ണൻ ഗുരുസ്ഥാനത്തിൽ സ്വയം പ്രതിഷ്ഠിതനാവുകയാണ് ചെയ്തത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത, ഇതാണ് കഠോപനിഷത്തിൻ്റെയും ഉപദേശം. എഴുന്നേൽക്കൂ, ഈ ചടഞ്ഞുകൂടി ഈ തമസിൽ കഴിയുന്ന ഈ സ്വഭാവം അങ്ങ് മതിയാക്കൂ. ഉത്തിഷ്ഠത, എഴുന്നേൽക്കൂ. ജാഗ്രത, ഉണർവോടുകൂടിയിരിക്കൂ. വരാൻ പ്രാപ്യ നിബോധത, വരന്മാർ ശ്രേഷ്ഠന്മാർ. കല്യാണ വരൻ എന്നല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനും വരൻ എന്നാണ് പറയുന്നത്, വരനും വധുവും. ആ വരനല്ല, വരന്മാർ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാർ, ശ്രേഷ്ഠരായ ആത്മജ്ഞാനികൾ, ആത്മാനുഭവം നേടിയവർ. അവരെ സമീപിക്കൂ. അല്ല, അവരെവിടെ ഉണ്ടാവും? അന്വേഷിച്ച് ചെല്ലൂ. പല സാധനങ്ങൾ എവിടെ കിട്ടുമെന്ന് നമ്മൾ ലോകം മുഴുവൻ അന്വേഷിച്ച് ചെല്ലാറില്ലേ, തേടി നടക്കാറില്ലേ? അങ്ങനെ തേടി നടക്കൂ. ആരെങ്കിലുമൊക്കെ പറയും ഇങ്ങനെ ഒരാളുണ്ട്, അങ്ങനെ തേടി പിടിക്കണം. എന്നിട്ട് ആ വ്യക്തിയെ ശരണം പ്രാപിക്കണം. എന്നിട്ട് അവരിൽ നിന്ന് ഈ ആത്മതത്വത്തെ വേണ്ടവണ്ണം ശ്രവിക്കണം. ശ്രവിച്ചിട്ട് അതിനെ മനനം ചെയ്യണം. അതിനെ തുടർന്ന് ആ സത്യത്തിൽ തന്നെ മനസ്സിനെ നിരന്തരം നിലനിർത്തണം. ശ്രവണം, മനനം, നിധിധ്യാസനം. പിന്നെ വിട്ടുപോകാത്ത അനുസ്യൂതമായ ഒരു തൈലധാര പോലെ ഞാൻ ആത്മാവാണ് എന്നുള്ള ചിന്ത എപ്പോഴും ബുദ്ധിയിലുണ്ടാവണം. അതാണ് ശരിക്കുള്ള ധ്യാനം. അല്ലാതെ കണ്ണടച്ച് കുറേ നേരം ഏതെങ്കിലും ഒരു രൂപത്തെ ഇങ്ങനെ ധ്യാനിച്ചിരുന്നതുകൊണ്ട് അതൊന്നും ധ്യാനമാവില്ല. താൻ ആത്മാവാണ് എന്ന ചിന്താധാരയിൽ ഉറച്ചു നിൽക്കണം. അതൊരു തൈലധാര പോലെ ഇടമുറിയാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതാണ് ശരിക്കുള്ള ധ്യാനം. ആ ധ്യാനം പാകപ്പെടുമ്പോൾ സമാധി നില സ്വയം കൈവരും. ആ ധ്യാന പ്രക്രിയ പോലും നിന്നുപോകും. നിശ്ചലമായ ആത്മതത്വം ഉള്ളിൽ പ്രകാശിക്കും. മനസ്സിൻ്റെ സകല ചലനങ്ങളും ഉള്ളിലടങ്ങും. ആ സമാധി ദശയിലാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. അപ്പോൾ പണ്ഡിത ബുദ്ധികൾ എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മജ്ഞാനം എന്നാണ്. പാണ്ഡിത്യം എന്നുള്ള വാക്കിന് ബ്രഹ്മജ്ഞാനം എന്നാണ് അർത്ഥം. ആ ബ്രഹ്മജ്ഞാനം ആരുടെ ബുദ്ധിയിലാണോ ആ ജ്ഞാനം പ്രകാശിക്കുന്നത് ആ വ്യക്തിയെയും ആ വ്യക്തിയെ സമീപിക്കുന്ന മറ്റു വ്യക്തികളെയും ആനന്ദിപ്പിക്കും.
ചന്ദ്രബിംബൈർവസന്തൈശ്ച മഹതാ മഹതാശയൈഃ സാരം സൗഭാഗ്യ സൗഗന്ധ്യ സൗരഭാലോകഭോഗിഷു സാരഗ്രാഹീ വിവേകി. വിവേകി സാരം മാത്രം ഗ്രഹിക്കുന്നവനാണ്. സാരം എന്ന് പറഞ്ഞാൽ കഴമ്പ്, സ്റ്റഫ്, എസൻസ്. ബാക്കിയുള്ളതെല്ലാം ചണ്ടി കിണ്ടിയെല്ലാം അയാൾ കളയും. നമ്മൾ കരിമ്പ് തിന്നുമ്പോൾ അതിൻ്റെ തോലും കരിമ്പിൻ്റെ ഇലയും അതിൻ്റെ പുറത്തുള്ള ഇതും എല്ലാം കൂടെ വലിച്ചു വാരി തിന്നുകയല്ല, നമ്മൾ അതിൻ്റെ ചാറ് മാത്രം എടുക്കും. കരിമ്പിൻ ചാറ്, കരിമ്പിൻ ജ്യൂസ്, അതാണ് അതിൽ സത്തായിട്ടുള്ളത്. അത് മാത്രമേ മനുഷ്യർ കഴിക്കാറുള്ളൂ. ഇതുപോലെ നശ്വര പദാർത്ഥങ്ങളിൽ നിന്ന് സാരമായ ബ്രഹ്മതത്വത്തെ മാത്രം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നവനാണ് ജ്ഞാനി. എങ്ങനെയാണ് ഈ നശ്വര ലോകത്തിൽ നിന്ന്, ജഡപ്രപഞ്ചത്തിൽ നിന്ന് സാരമായതിനെ ഗ്രഹിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട്. വിവേകം കലർന്ന ബുദ്ധിയാണ് അതിന് സഹായിക്കുന്നത്. എങ്ങനെയാണോ അരയന്നം പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം ഉറിഞ്ചി കുടിക്കുന്നത്, വെള്ളം ബാക്കി വെക്കുന്നത്, അത് അരയന്നങ്ങൾക്ക് മാത്രം ഉള്ള ഒരു കഴിവാണ്. ഇത് സങ്കല്പമാവാനേ തരമുള്ളൂ. അങ്ങനെ യഥാർത്ഥത്തിലെ ഒരു കഴിവ് ഈ അരയന്നങ്ങൾക്കില്ല. മാനസ സരസിലാണ് ഈ അരയന്നങ്ങൾ താമസിക്കാറുള്ളതെന്ന്. മാനസ സരസ് എന്ന് പറഞ്ഞാൽ മനസ്സാകുന്ന തീർത്ഥം. മാനസം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. സരസ് കുളം, തീർത്ഥം. മനസ്സാകുന്ന തീർത്ഥത്തിലാണ് ആ തത്വബോധം കലർന്ന മനസ്സ് അല്ലെങ്കിൽ ബുദ്ധിയിൽ ജ്ഞാനിയുടെ മനസ്സ് എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനികൾ അറിവിൽ രമിക്കുന്നവരാണ്. അവരുടെ ഉള്ളിൽ തന്നെ ആനന്ദം കണ്ടെത്തി അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഹംസന്മാർ എന്ന് പറഞ്ഞത്. ഹംസന്മാർ, പരമഹംസന്മാർ, ഹംസന്മാരിൽ ശ്രേഷ്ഠരായവർ. ഹംസം എന്ന് പറഞ്ഞാൽ അരയന്നം എന്നേ അർത്ഥമുള്ളൂ. അതായത് ശ്രേഷ്ഠന്മാർ, തൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആത്മാവിനെ സദാ ധ്യാനിച്ച് അതുകൊണ്ട് സന്തോഷിക്കുന്നവർ, ആത്മധ്യാനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവർ, അവരാണ് ഹംസന്മാർ, പരമഹംസന്മാർ എന്ന് പറയുന്നത്. ഈ അരയന്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗുരുദേവൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഗുരുദേവനും അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനോ ശിഷ്യനോ രണ്ടുപേരും കൂടെ നടന്നു പോകായിരുന്നു. അപ്പോൾ റോഡിൻ്റെ അരികത്ത് ഒരു അരയന്നം. അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, സ്വാമി അതാ ഒരു അരയന്നം. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, സ്വല്പം ചോറും കൂടെ ഉണ്ടെങ്കിൽ മുഴുവൻ ആവുമല്ലേ. മുഴുവനും ആവുമായിരുന്നല്ലേ. അത് അരയന്നം എന്ന് പറഞ്ഞാൽ അതിനെ വെട്ടി കറി വെച്ച് ചോറിൻ്റെ കൂടെ നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ടാണ് അതിന് അരയന്നം എന്ന് പേര് വന്നത്. അന്നം എന്ന് പറയുന്നത് ചോറാണ്. അപ്പോൾ അല്പം ചോറും കൂടെ ഉണ്ടെങ്കിൽ അതിനെ കറി വെച്ച് അതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പം ശാപ്പാട് കുശാലായി, മുഴുവന്നമായി. നല്ല രസികനാണ് ആര്? ഈ ഗുരുദേവൻ. അപാര ബുദ്ധിശാലിയാണ്. അതിസൂക്ഷ്മമായ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശക്തിയുള്ള ഒരു മഹാപ്രതിഭയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിൻ്റെ പല നർമ്മങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത നർമ്മങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അത്ര ആഴമുണ്ടാവും. അതിലൊരു തമാശ, ഒരു നർമ്മരസം കലർന്നിട്ടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ പറ്റൂ. അങ്ങനെയുള്ള തമാശയാണ് അദ്ദേഹം പറയുന്നത്. പലതുമൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉത്തരങ്ങളോ ഒക്കെയാണ്. ഗുരുദേവൻ ഒരിക്കൽ ഈ മാംസഭക്ഷണം വർജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ മാംസഭക്ഷണം വർജിക്കേണ്ടത്? ശരീരത്തിന് നല്ല പോഷണം നൽകുന്നതാണല്ലോ ഈ സൂപ്പും മറ്റുമൊക്കെ. അത് ആട്ടിൻ ബ്രാത്ത് എന്ന് പറയും, കോഴിയുടെ സൂപ്പ് എന്ന് പറയും. ഇതെല്ലാം ശരീരത്തിന് പോഷകാംശം നൽകുന്നതാണ്. ഫാറ്റ് പ്രധാനമായിട്ട് അതിൽ കൊഴുപ്പാണ്. ഈ ഇറച്ചിയിൽ, മാംസത്തിൽ പ്രധാനമായിട്ടുള്ളത് കൊഴുപ്പാണ്. കുറേ മാംസ്യവും ഉണ്ടാവും.
ഫാറ്റും പ്രോട്ടീനും. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ മാംസ്യം, ഫാറ്റ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ്. ഇതാണ് ഇതിൽ പ്രധാനമുള്ളത്. അതിൽ വിറ്റാമിനുകളൊന്നുമില്ല, മിനറൽസുമില്ല, ധാതുക്കളൊന്നുമില്ല. അപ്പോൾ ഈ മാംസഭക്ഷണം എന്തിനാണ് ഒഴിവാക്കേണ്ടത് എന്നൊരു ശിഷ്യൻ ചോദിച്ചു. അപ്പോൾ അതിന് നേരിട്ട് ഒരു മറുപടി പറയാതെ ഗുരുദേവൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ മരിച്ച വീട്ടിൽ അനുശോചനം അറിയിക്കാൻ പോകാറുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പോകാറുണ്ട്. എങ്ങനെയാണ്? മരിച്ച വീട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യും? അവരോട് എന്തെങ്കിലും എന്ത് പറ്റി, ആ മരിച്ചുപോയ വ്യക്തി അദ്ദേഹത്തിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്ന് എന്താ ചെയ്യുന്നത്? തിരിച്ചു വന്ന് കുളിക്കും. മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുളിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആചാരം. അപ്പോൾ മരണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാൽ കുളിക്കും. കാരണം അത് ശവം കിടക്കുന്ന ഒരു വീടാണ്, ശവത്തെ കിടത്തിയിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾ അനുശോചനമൊക്കെ അറിയിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കും. ശവം കിടക്കുന്ന വീട്ടിൽ പോയിട്ട് വന്നാൽ കുളിക്കും. ഓക്കെ. ശവത്തെ തൊട്ടാലോ? അടുത്ത ചോദ്യമാണ്. ഒക്കെ കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങളാണ്. ശവത്തെ തൊട്ടാൽ, ശവത്തെ നമ്മൾ തൊട്ടിട്ടില്ല, ശവം കിടക്കുന്ന ആ മുറിയിലോ ആ വീട്ടിലോ നമ്മൾ ചെന്നിട്ട് വന്നതേ ഉള്ളൂ, അപ്പം തന്നെ കുളിക്കണമെന്ന് പറയുന്നു. ശവത്തെ തൊട്ടാലോ? ശവത്തെ തൊട്ടാൽ മുങ്ങി കുളിക്കണമെന്നാണ്. അതായത് സാധാരണ കിണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നോ ആ വെള്ളം കുളിച്ചാൽ പോരാ, കുളത്തിലോ നദിയിലോ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നനയുന്ന രീതിയിൽ പൂർണ്ണമായി മുങ്ങിക്കുളിക്കണം. അതാണ് ശവത്തെ തൊടുന്നവർ ചെയ്യേണ്ടത്. അടുത്ത ഒരു ചോദ്യം, ശവം തിന്നാലോ? കുളിച്ചാൽ തീരുവോ ആ അഴുക്ക് എന്നാണ്. ശവത്തെ തിന്നു കഴിഞ്ഞാൽ തൊട്ടാൽ തന്നെ കുളിക്കണം, ശവം കിടന്ന വീട്ടിൽ ചെന്നാൽ കുളിക്കണം. അപ്പോൾ ഈ ആട്, മാട്, കോഴി ഇതിനെയൊക്കെ കൊന്നു തിന്ന് അതിൻ്റെ മാംസം തിന്നുന്ന അവൻ ഏത് തീർത്ഥത്തിൽ കുളിച്ചാൽ ആ പാപം തീരും? ഒറ്റ ചോദ്യം, ശവം തിന്നാലോ? തീർന്നു. ആ ചോദ്യത്തിൽ എല്ലാം അടങ്ങിക്കഴിഞ്ഞു. മാംസം ഭക്ഷിക്കരുത് എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം ജീവിതം മുഴുവൻ. മദ്യവും മാംസവും ഇത് രണ്ടും വർജിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം തന്നെ. മദ്യം നിർമ്മിക്കരുത്, ഉത്പാദിപ്പിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, മദ്യം വിൽക്കരുത്. ഇതെല്ലാം പാപമാണ്. പക്ഷേ എന്തു ചെയ്യാം? ഇവിടെയുള്ള അബ്കാരി കോൺട്രാക്ടർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ നാരായണീയന്മാരാണ്. ഏത് ആചാര്യനാണോ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞത്, ആ ആചാര്യൻ്റെ പടം തന്നെ വീട്ടിലും മദ്യം വിൽക്കുന്ന സ്ഥലത്തിലുമൊക്കെ വെച്ച് അതിന് മാലയിട്ട് സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ച് ഈ മദ്യം വ്യാപാരം ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യുന്നത് ഒന്ന് പുനർവിചിന്തനം ചെയ്ത് നോക്കേണ്ടതാണ്. ഒന്ന് ആലോചിക്കണം, ഇരുന്നാലോചിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് ഗുരുദേവന് ഇഷ്ടപ്പെടുമോ? അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പിന്തുടരുന്ന ഒരു വ്യക്തിയാണോ ഞാൻ എന്ന് അവർ ആത്മവിശകലനം ചെയ്യണം. ഈ മദ്യവും മാംസവും വർജിക്കാതെ നമ്മുടെ കൊച്ചു കേരളം ആധ്യാത്മികമായി പുരോഗതി പ്രാപിക്കാൻ പോകുന്നില്ല. ഉറപ്പിച്ചു പറയാം. ഇവിടെ എന്തൊക്കെ സത്സംഗം നടത്തിയാലും, എത്ര ഭാഗവത സപ്താഹം നടത്തിയാലും, എത്ര അമ്പലങ്ങൾ കെട്ടിപ്പൊക്കിയാലും അതുകൊണ്ടൊന്നും നമ്മുടെ കൊച്ചു കേരളം നന്നാവില്ല. മദ്യവും മാംസവും കേരളീയർ വർജിക്കുക തന്നെ വേണം. ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ട് അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മോചനം നേടാൻ കഴിയുമെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഒരു വ്യക്തി കേട്ടാൽ മതി, ഒരൊറ്റ വ്യക്തി മാംസഭക്ഷണം ഉപേക്ഷിച്ചാൽ മതി. പൂജപ്പുര ഞാൻ ഒരിക്കൽ സംസാരിക്കുകയായിരുന്നു ഈ സസ്യാഹാരത്തിൻ്റെ പ്രാധാന്യം.
അപ്പോൾ മാംസാഹാരം കഴിക്കരുത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും വളരെ അടിവരയിട്ട് ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു, സാറേ, സാറിൻ്റെ ആ പ്രഭാഷണം കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ കുടുംബവും മാംസഭക്ഷണം കഴിക്കുന്നത് നിർത്തിയെന്ന്. അന്ന് എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ വാക്ക് കേട്ട് ഒരു കുടുംബം മുഴുവൻ മാംസഭക്ഷണം വർജിച്ചു. അല്ല, എത്രയോ പേര് കഴിക്കുന്നുണ്ടല്ലോ, അത് ഞാൻ അറിയേണ്ട കാര്യമില്ല. ഒരാളെങ്കിലും നേരെയായല്ലോ. അത് കഴിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ വാക്ക് ആ വ്യക്തിയിൽ ഒരു പരിവർത്തനത്തിന് കാരണമായല്ലോ. എനിക്കത് മതി. ലോകം മുഴുവനൊന്നും നന്നാവണ്ട, ഒരു വ്യക്തി നന്നായാൽ മതി. അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ജ്ഞാനികളൊക്കെ ഈ ഓടി നടന്ന് വേദാന്തം പ്രസംഗിക്കുന്നതിൻ്റെ പുറകിൽ ലോകത്തെ മുഴുവൻ നന്നാക്കി കളയാ എന്നുള്ള വ്യാമോഹമൊന്നുമില്ല അവർക്ക്. ഏതെങ്കിലും പക്വതയുള്ള ഒരു ജീവൻ, ആ ജീവൻ രക്ഷപ്പെട്ടാൽ അത് മതി അവർക്ക്. ഒരാൾക്ക് മോക്ഷം നൽകാൻ കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് തന്നെ സന്തുഷ്ടരാണ്. അപ്പോൾ സാരത്തെ ഗ്രഹിക്കുന്നവരാണ് വിവേകികൾ. സുരഭിഹി ഗ്രീഷ്മർത്തുഹു തത് സംബന്ധി ആലോകഭോഗിഷു ചന്ദ്രബിംബൈഹി സാരമാദത്തെ. ഗ്രീഷ്മകാലം എന്ന് പറഞ്ഞാൽ വേനൽക്കാലം. വേനൽക്കാലത്തിൽ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കും. നല്ല ചൂടും പ്രകാശവും ഉണ്ടാവും. ആ സൂര്യൻ്റെ പ്രകാശം പോലെ ഉള്ളിൽ പ്രകാശം നിറയ്ക്കുന്നവരാണ് ഈ ജ്ഞാനികൾ. അവരുടെ ഉള്ളിൽ പ്രകാശമുണ്ട്. ആ പ്രകാശം മറ്റ് ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ കഴിവുള്ളവരാണവർ. ചന്ദ്രബിംബൈഹി സാരമാദത്തെ. ചന്ദ്രബിംബത്തിൽ നിന്നുള്ള കുളിർമ, അതാണ് അന്തശീതളത എന്ന് പറയുന്നത്. അത് ചന്ദ്രബിംബത്തിലാണ് കുളിർമയുള്ളത്. ആ ചന്ദ്രബിംബത്തിൽ നിന്ന് കുളിർമ എങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്നത്, അതുപോലെ അന്തശീതളത അനുഭവിക്കുന്നവരാണ്. സൗഗന്ധ്യഭോഗിഷു വസന്തൈഹി സാരമാദത്തെ. വസന്തകാലം പൂക്കളും ചെടികളും മരങ്ങളും ലതകളുമെല്ലാം പുഷ്പിച്ചിരിക്കുന്ന കാലമാണ്. എവിടെയും പൂക്കൾ കാണാം. അതാണ് വസന്തത്തിൻ്റെ പ്രത്യേകത. ആ വസന്തകാലത്ത് എല്ലായിടത്തും പൂക്കളുടെ സുഗന്ധം കാറ്റിലൂടെ വ്യാപിക്കും. അങ്ങനെ സുഗന്ധം എന്ന് പറഞ്ഞാൽ വസന്തകാലത്തിൻ്റെ സുഗന്ധമല്ല, ഈ അധ്യാത്മശാസ്ത്രത്തിൻ്റെ സുഗന്ധം ഗ്രഹിക്കാൻ കഴിവുള്ളവരാണ് ഈ ജ്ഞാനികൾ. സൗഭാഗ്യഭോഗിഷു മഹതാം തത്വവിദാം അഹതൈഹി രാഗാദ്യനുപഹതൈഹി ആശയൈഹി സാരമാദത്ത ഇതി ദ്വന്ദ്വനിർദ്ദിഷ്ടാനാം യുക്രമേണ സംബന്ധ. മഹതാം തത്വവിദാം, മഹാന്മാരായ ജ്ഞാനികളുടെ രാഗദ്വേഷരഹിതമായ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ആശയങ്ങൾ, സാരം, അവരുടെ വാക്കുകളിലുള്ള അർത്ഥം, അതിനെ മറ്റുള്ളവർ സ്വീകരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ജ്ഞാനികളുടെ ഉള്ളിലുണ്ടെങ്കിലേ ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് അത് ലഭിക്കുകയുള്ളൂ. ഉള്ളിൽ പ്രകാശം വേണം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അറിവ്. അന്തശീതളത വേണം, ശാന്തി, സുഖം, അതുണ്ടാവണം. അപ്പോൾ ഓരോന്ന് ഓരോ ഋതുക്കളിൽ നിന്ന് എടുക്കുന്നു എന്നാണ്, എടുക്കുന്നത് പോലെ എന്നാണ്. ഗ്രീഷ്മകാലത്തിൽ നിന്നും പ്രകാശം, അതുപോലെ അറിവിൻ്റെ പ്രകാശം സ്വീകരിക്കുന്നു. ചന്ദ്രബിംബത്തിൽ നിന്ന് കുളിർമയാണ് മനുഷ്യർക്ക് ലഭിക്കുന്നത്. അതുപോലെ മനസ്സ് എപ്പോഴും അന്തശീതളമായി വർത്തിക്കുന്നു. ഇനി വസന്തകാലത്തിൽ നിന്ന് സൗരഭ്യം, പൂക്കളുടെയും മറ്റും നറുമണം, അതാണ് വസന്തകാലത്തിൻ്റെ പ്രത്യേകത. അതുപോലെ അധ്യാത്മശാസ്ത്രങ്ങളുടെ സൗരഭ്യത്തെ ഈ ജ്ഞാനികൾ സ്വീകരിക്കുന്നു. ഇനി അതുപോലെ രാഗദ്വേഷങ്ങളാൽ ബാധിക്കപ്പെടാത്ത മനസ്സുള്ളവരാണ് ഈ തത്വജ്ഞാനികൾ. ആ വ്യക്തികൾ ഉദാത്തമായ ആശയങ്ങളെ വേദാന്ത
ശാസ്ത്രത്തിൽ നിന്ന് ഗ്രഹിച്ച് അവയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇതാണ് ജ്ഞാനികൾ ചെയ്യുന്നത്. അപ്പോൾ സ്വയം ആദ്യം ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങൾ കരസ്ഥമാക്കണം, എന്നിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. എൻ്റെ കയ്യിലില്ലാത്തത് ഞാൻ മറ്റുള്ളവർക്ക് എങ്ങനെ കൊടുക്കും? ഒരു അജ്ഞാനി എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുക? അപ്പോൾ ഓരോ വ്യക്തിയും ആദ്യം ജ്ഞാനിയായി മാറണം. അങ്ങനെ ജ്ഞാനം നേടിയതിന് ശേഷം ആ നേടിയ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതാണ് ക്രമം. ഭ്രാന്തി മാത്രമിതം വിശ്വമിന്ദ്രജാലമസന്മയം ത്യജതീതി വിനിശ്ചിത്യ ദിനാനുദിനമേഷണാഹ. ഒരു ആത്മജ്ഞാനി എങ്ങനെയാണ് ഈ ആത്മജ്ഞാനത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലെത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഭ്രാന്തി മാത്രമിതം വിശ്വം, ജഗന്മിഥ്യ, ഈ പ്രപഞ്ചം വെറും ഭ്രമമാണ്, കഴമ്പില്ലാത്ത കാഴ്ചയാണ്, കാനൽ ജലം പോലെ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു, വാസ്തവത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. സുഖം ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് അജ്ഞാനികൾ മോഹിക്കുന്നു. അങ്ങനെ അവർ വ്യാമോഹിതരായി കഴിയുന്നു. ജ്ഞാനിക്ക് ആ വ്യാമോഹമില്ല. മുനിർന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. മുനിക്ക് വ്യാമോഹമില്ല, മറ്റുള്ളവർക്ക് അതേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം ജ്ഞാനിക്കും അജ്ഞാനിക്കും. ഒരു മുനി, മനനശീലനായ ഒരു വ്യക്തി, അയാൾക്ക് വ്യാമോഹമില്ല, ഒന്നിലും അയാൾ ഭ്രമിച്ചു പോകുന്നില്ല, പ്രപഞ്ച ദൃശ്യങ്ങൾ അയാളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നില്ല, ഒരു പ്രലോഭനങ്ങൾക്കും ആ വ്യക്തി വശംവദനാകുന്നില്ല. അതാണ് ജ്ഞാനിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ആ ശ്രേഷ്ഠത ജ്ഞാനി നേടുന്നത് എന്ന് ചോദിച്ചാൽ, ഭ്രാന്തി മാത്രമിതം വിശ്വം, മുനിർന വ്യാമോഹം ഭജതി, മുനിക്ക് വ്യാമോഹമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഗുരുദീക്ഷാക്ഷതതമാഹ, ഗുരുവിൽ നിന്ന് കിട്ടിയ ദീക്ഷ, ഉപദേശം, അത് സന്യാസ ദീക്ഷയാകാം, അല്ലെങ്കിൽ മന്ത്രദീക്ഷയാകാം, അല്ലെങ്കിൽ ജ്ഞാനദീക്ഷയുമാകാം. ആ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, അതുകൊണ്ട് ഉള്ളിലുള്ള അജ്ഞാനം നശിപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. അവരാണ് ജ്ഞാനത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്നത്. ഭ്രാന്തി മാത്രമിതം വിശ്വം, ഈ പ്രപഞ്ചം വെറും ഭ്രമമാണ്. ഇന്ദ്രജാലം അസന്മയം, ഇത് വെറും മാജിക്കോ ഇന്ദ്രജാലമോ പോലെയാണ്, കഴമ്പില്ല. എന്തൊക്കെയോ കാണുന്നു നമ്മളിവിടെ. ഇതൊന്നും വാസ്തവമല്ല, ഇതൊരു ദീർഘസ്വപ്നമാണ്. ജീവന്മാരെല്ലാവരും ഈ പ്രപഞ്ചമാകുന്ന സ്വപ്നത്തിൽ ഭ്രമിച്ചു പോയവരാണ്. ഇത് ഇന്ദ്രജാലമാണെന്നറിയൂ. അസന്മയം, ഇല്ലാത്തത്, അല്പം പോലും വാസ്തവികതയില്ലാത്തത്, കഴമ്പില്ലാത്തത്, എന്നാൽ അനുഭവം അതിഗംഭീരം. ത്യജതീതി വിനിശ്ചിത്യ, ഇത് ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ത്യാഗത്തിലൂടെ മാത്രമേ അമരത്വം നേടാൻ പറ്റൂ എന്ന് തീരുമാനിച്ചുറച്ച്, ഈ തീരുമാനം വ്യക്തി മനസ്സുകളിൽ ഉണ്ടാവണം. വിനിശ്ചിത്യ ദിനാനുദിനമേഷണാഹ ത്യജതി, ഓരോ ദിവസം ചെല്ലുന്നോറും ദിനം പ്രതി ഉള്ളിലുള്ള വാസനകൾ, ഒട്ടൽ, സുഖത്തിനായുള്ള കൊതി, ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനുള്ള തൃഷ്ണ, ഇതെല്ലാം ദിവസം ചെല്ലും തോറും കുറഞ്ഞു കുറഞ്ഞു വരണം, അല്ലാതെ പ്രയോജനമില്ല. ഇങ്ങനെ ആത്മജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്ന ദുർവാസനകളെ അനുദിനം ത്യജിക്കുന്നു. ആര്? ഒരു ജിജ്ഞാസു, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുമുക്ഷു. മഹതാമാശയൈഹി കംസാരമാദത്ത ഇതി ചേത് പ്രഥമം ജഗന്മിഥ്യാത്വ ദർശനാത് ക്രമാത് സർവൈഷണാത്യാഗം ഇത്യാഹ ഭ്രാന്തി മാത്രമേ. മഹാന്മാരുടെ ഉപദേശം കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്ത് തരം പരിവർത്തനമാണ് അല്ലെങ്കിൽ മാറ്റമാണ് ഉണ്ടാവേണ്ടത്? മഹാന്മാരുടെ ഉപദേശങ്ങളുടെ സാരമെന്ത്?
1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒരാൾ സംസാരിക്കുന്നു. അതിൽ നിന്ന് ഗ്രഹിക്കേണ്ട സാരം എന്ന് പറയുന്നത് 3 വാക്യത്തിൽ എഴുതാവുന്നതേ ഉള്ളൂ. 3 വാക്യം അത്രയേ ഉള്ളൂ. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കേട്ടത് കൊണ്ട് നമ്മൾ നേടുന്നത്.